നമസ്കാരം. രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ നെറുകയിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴുണ്ട്. ലോകരാജ്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയാണ് ഇപ്പോൾ. സോഷ്യൽ മീഡിയയായ എക്സിൽ പ്രധാനമന്ത്രിക്ക് 100 ദശലക്ഷത്തിലധികം പേരാണ് നരേന്ദ്രമോദിയെ ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ലോക നേതാക്കളെയൊക്കെ പിന്തള്ളിയാണ് പ്രധാനമന്ത്രി ട്വിറ്ററിന്റെ പുതിയ വേർഷനായ എക്സിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം എക്സ് യൂസേഴ്സ് ഫോളോ ചെയ്യുന്ന ആഗോള നേതാവെന്ന ഖ്യാതിയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത്. എക്സിൽ മാത്രമായി നരേന്ദ്രമോദിയെ പിന്തുടരുന്നത് 100 മില്യൺ ഫോളോവേഴ്സ് ആണ്. ഇത് ചെറിയൊരു നേട്ടമല്ല, ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും ജനപിന്തുണ ലഭിക്കുന്ന ഒരേ ഒരു നേതാവായി നരേന്ദ്രമോദി മാറുകയാണ്. ഇക്കാര്യത്തിലും സംശയമില്ല. ഇന്ത്യൻ നേതാക്കളെ ഫോളോ ചെയ്യുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ രാജ്യത്ത് ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയക്കാരനും നരേന്ദ്രമോദി തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വെറും 26.4 മില്യണും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 27.5 മില്യണുമാണ് ഫോളോവേഴ്സ്. എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെക്കാളും ജനപിന്തുണ മോദിക്ക് തന്നെയാണെന്ന് എക്സിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുകയാണ്. US പ്രസിഡന്റ് ജോ ബൈഡനേക്കാളും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിനേക്കാളും ഫ്രാൻസ് മാർപ്പാപ്പയെക്കാളും ബഹുദൂരം മുന്നിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2009 മോദി ട്വിറ്ററിൽ ആദ്യമായി ജോയിൻ ചെയ്തത്. ഏറ്റവും അധികം എക്സ് യൂസേഴ്സ് ഫോളോ ചെയ്യുന്ന ആഗോള നേതാവെന്ന ബഹുമതിയാണ് മോദി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം 30 മില്യൺ എക്സ് യൂസേഴ്സ് ആണ് മോദിയെ ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല ആഗോള ജനപ്രതി നേടിയുള്ള പല കായിക താരങ്ങളെക്കാൾ ഫോളോവേഴ്സ് മോദിക്ക് ഉണ്ട് എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ക്രിക്കറ്റ് താരമായ വിരാട് കോഹ്ലി പോലും മോദിക്ക് പിന്നിലായാണുള്ളത്. മാത്രമല്ല ഫുട്ബോൾ താരം നെയ്മർ ജൂനിയർ, അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ലെബ്രോൺ ജെയിംസ് എന്നിവർക്ക് നരേന്ദ്രമോദിയേക്കാൾ കുറവ് ഫോളോവേഴ്സ് ആണ് എക്സിലുള്ളത്. സെലിബ്രിറ്റികളായ ടൈലർ സ്വിഫ്റ്റ്, ലേഡി ഗാഗ, കിം കാർദഷിയാൻ എന്നിവരെയും ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നിലാക്കി. ഈ നാഴികക്കല്ലിൽ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി എക്സിൽ വിവരിച്ചു. എക്സിൽ 100 ദശലക്ഷം ആളുകൾ. ഈ ഊർജ്ജസ്വലമായ മാധ്യമത്തിൽ ഉണ്ടായിരിക്കുന്നതിലും ചർച്ചകൾ, സംവാദങ്ങൾ, ഉൾക്കാഴ്ചകൾ, ജനങ്ങളുടെ അനുഗ്രഹങ്ങൾ, ക്രിയാത്മക വിമർശനങ്ങൾ എന്നിവയും അതിലേറെയും വിലമതിക്കുന്നതിലും സന്തോഷമുണ്ട്. ഭാവിയിലും തുല്യമായ ഇടപെടൽ സമയത്തിനായി കാത്തിരിക്കുന്നു എന്ന് നരേന്ദ്രമോദി തന്റെ എക്സിൽ വ്യക്തമാക്കിയതോടുകൂടി ലോകരാജ്യങ്ങൾ നരേന്ദ്രമോദിയെ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. കാരണം എക്സ് പോലെ ഒരു നവമാധ്യമത്തിൽ നരേന്ദ്രമോദിയെ പോലെ ഒരു ലോക നേതാവ് ലോകത്തെ തന്നെ ശ്രദ്ധയാർജിക്കുമ്പോൾ അത് വെറുതെയാകില്ല.